നമസ്കാരം. ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞാനൊരു വീട്ടിൽ ഒരാളെ കാണാനായിട്ട് പോയി. അവിടെയുള്ള ഒരു ലേഡിയെ കാണാൻ പോയി. എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയാണ്. അപ്പം ആ ഒരു സ്ത്രീ അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടൊരു ജോലിയൊക്കെ ചെയ്തിട്ടൊരു ലേഡിയാണ്. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് ഞാൻ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അമ്മ ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ 1-2 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, അമ്മ ഭക്ഷണം കഴിക്കട്ടാ, ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ, ഞാൻ ഇപ്പോൾ വരാം, നീ ഇരിക്കുക, ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് ചായ എടുക്കാൻ പോയപ്പോൾ ഈ അമ്മ ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറയുകയാണ്, എനിക്കൊരപ്പം താ, എനിക്കൊരപ്പം താ എന്ന്. അപ്പം ഞാനിത് കുറേ നേരം കൊണ്ട് ഹാളിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഈ അമ്മ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ അവിടെ ഇരുന്ന് പറയുന്നവർ, എനിക്കൊരപ്പം താ, എനിക്കൊരപ്പം താ എന്ന്. ഈ ടീച്ചറാണ്, ഈ പുള്ളിക്കാരിയാണ്, മൈൻഡ് ചെയ്യുന്നേ ഇല്ല അവരെ. അപ്പം ചായയൊക്കെ ഇട്ടോ എടുത്തുകൊണ്ട് വന്നു. എന്നോട് ചേട്ടാ ബാ ഡൈനിങ് ഹാളിലോട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡൈനിങ് ഹാളിലോട്ട് ചെന്നപ്പോൾ ഈ അമ്മയുടെ മുന്നിൽ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റിനകത്ത് 2-3 അപ്പമുണ്ട്. അമ്മ കറിയൊക്കെ കൂട്ടി വെച്ച് കാണും. അമ്മയുടെ തൊട്ട് മുന്നിൽ തന്നെ വേറൊരു പാത്രം നിറയെ വേറെ കുറേ അപ്പങ്ങളുണ്ട്. ഈ അമ്മ ഈ പുള്ളിക്കാരുടെ അമ്മ ഇങ്ങനെ ഈ പാത്രത്തിട്ടിങ്ങനെ കുഴയ്ക്കുന്നതല്ലാണ്ട് ഒരു വാ പോലും വായിലോട്ട് വെക്കുന്നില്ല. അവസാനം എനിക്ക് ചായ എന്നിട്ട് ഈ ലേഡി അമ്മയ്ക്ക് കുറേ വാരി കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും അമ്മ പറയാണ്, എനിക്കൊരപ്പം കൂടെ താ, എനിക്കൊരപ്പം കൂടെ താ എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, എടാ അൾഷിമേഴ്സാണ്, ഇത്രയും അപ്പം മുന്നിൽ ഇരിക്കുന്നതെന്നോ അല്ല ഇത് കഴിക്കുന്നത് അപ്പം അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല, അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് വിചാരിച്ചു ഇങ്ങനെ പട്ടിണി കിട്ടേക്കുവാണോ എന്ന് കരുതി പോയെന്ന് പറഞ്ഞു, ഞാൻ ചിന്തിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രായമാവുന്ന ആൾക്കാർ ചിലർ പറയും പ്രായമായി കഴിയുമ്പം കൊച്ചുകുട്ടികളെ പോലെ ആകുമെന്ന്. കൊച്ചുകുട്ടികളെ നമ്മളെങ്ങനെ കരുതും? നമ്മൾ അതുപോലെ പ്രായമുള്ളവരെ കരുതണം. അൾഷിമേഴ്സ് എന്ന് പറഞ്ഞൊരു അസുഖം ഇന്നിപ്പോൾ പല ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു അസുഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. പ്രായമാവുന്ന വ്യക്തികളിലേക്കും, അങ്ങനെ ഒരുപാട് പ്രായമാവണമെന്നില്ല അൾഷിമേഴ്സ് ആകാൻ, പ്രായമായ വ്യക്തികളിലൊക്കെ ഈ അൾഷിമേഴ്സ് വന്നു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളുടെ കണ്ട പേര് പറയാനും അല്ലെ പല കാര്യങ്ങൾ പറയാനും, അല്ലെ അവർക്ക് എന്താ പറയുക, അവരുടെ പല രീതികൾ, ചിലപ്പം ബെഡിലൊക്കെ മൂത്രം ഒഴിച്ചു പോവും, അല്ലെ അവർക്ക് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കഴുകണമെന്നോ അല്ലെ കുളിക്കണമെന്നോ ഇതൊന്നും അവർക്ക് അറിയത്തില്ല. നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതുപോലെ ക്ഷമയോട് നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വളരെ ദോഷകരമാണ്. അങ്ങനെ ചെയ്യുന്ന നല്ല രീതിയിൽ തന്നെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഈ രോഗമുള്ള ആൾക്കാരെ, പേരൻസിനെ മക്കൾ നന്നായിട്ട് നോക്കിയണം. അതൊരു അനുഗ്രഹമാണ്, അത് അത്യാവശ്യമാണ്.